ഹലോ, ഞാൻ ഡോക്ടർ സഹവർഷം. മൂത്രാശയ കല്ലുകളിൽപ്പെട്ട ഒന്നാണ് യൂറിക് ആസിഡ് കല്ലുകൾ. അതുണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി ഈ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ തന്നെയാണ്. അതുകൂടാതെ ഭക്ഷണം വഴി നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതലായിട്ട് ആനിമൽ പ്രോട്ടീൻ എത്തുന്നുണ്ട്. ആനിമൽ പ്രോട്ടീനിൽ പ്യൂരിൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് വളരെ കൂടുതലാണ്. അപ്പൊ അതുവഴി അതിൽ പെട്ടതാണ് ഈ ചുവന്ന മാംസം, റെഡ് മീറ്റ്, പിന്നെ പുറത്ത് നമ്മുടെ കടൽ മത്സ്യങ്ങള്, അതേപോലെ സാർഡിൻ, മത്തി, ഇതൊക്കെ ഓവറായിട്ട് കൺസ്യൂം ചെയ്യുന്നത് വഴി പ്യൂരിൻ നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടുകയും അത് വഴി ഈ യൂറിക് ആസിഡ് സ്റ്റോൺസ് രൂപപ്പെടുകയും ചെയ്യുന്നു. പിന്നെ യൂറിന് കൂടുതലായിട്ട് അസിഡിക് ആവുമ്പോൾ, കാരണം ഈ പ്രോട്ടീൻ ഡയറ്റ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പൊ ഓവറായിട്ട് ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വഴി അതിൽ നെഗറ്റീവ് എഫക്റ്റും ഉണ്ട്. അപ്പൊ അത് ശരീരത്തിന്റെ ഈ യൂറിന്റെ അസിഡിറ്റി കൂട്ടിയിട്ട് അതുവഴി ഈ യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാവാം. അപ്പൊ നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ ലൈഫ് സ്റ്റൈൽസും ഒക്കെ ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ്. പിന്നെ ഈ ഫ്രക്ടോസ് കൂടുതൽ അടങ്ങിയതിലും ഈ പ്യൂറിൻ ഉണ്ട്. ഫ്രക്ടോസ് കൂടുതൽ അടങ്ങിയ ഈ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടല്ലോ, അപ്പം നമ്മള് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട്. അതുകൂടാതെ ഈ ക്യാൻഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജ്യൂസസ്, പിന്നെ ബേക്ക്ഡ് ആയിട്ടുള്ള ഈ കേക്കും പേസ്ട്രീസും ഒക്കെ ഉണ്ടല്ലോ, അത് ഓവറായിട്ട് കൺസ്യൂം ചെയ്താലും നമ്മുടെ ശരീരത്തിലേക്ക് പ്യൂരിൻ എത്താം. കാരണം അതിൽ ഫ്രക്ടോസ് ഉണ്ട്. ഫ്രക്ടോസ് വഴി ഈ പ്യൂരിൻ ശരീരത്തിലേക്ക് അടിഞ്ഞു കൂടുകയും യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതുകൂടാതെ പിന്നെ ഈ ഡിസീസ് കണ്ടീഷനിൽ വരുമ്പം അമിതവണ്ണം ഒരു ഡിസീസ് കണ്ടീഷൻ, പക്ഷെ അതും ഒരു കാരണമാവാം. പിന്നെ ഈ പ്രമേഹം, പിന്നെ സന്ധിവാതം, പിന്നെ ഓവറായിട്ട് ശരീരത്തിലേക്ക് ഈ ഉപ്പ്, പഞ്ചസാര, അതൊക്കെ നമ്മൾ ഓവറായിട്ട് എടുക്കുന്നത് വഴി യൂറിക് ആസിഡ് കല്ലുകൾ ഉണ്ടാവാം. പിന്നെ വൈറ്റമിൻ സിയുടെ അഭാവം മൂലം, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ചിലപ്പോൾ യൂറിക് ആസിഡ് കല്ലുകൾ കണ്ടെന്ന് വരാം.